എന്താ വെച്ചാൽ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഓരോ തലമുറ നശിച്ചു പോകുന്നു തോറും അതൊക്കെ മറന്നു പോവാണ്. എഴുതി വെച്ചിട്ടില്ല പലതും, വാമൊഴിയായിട്ടിട്ട് അറിവുകളെ പലർക്കും ഉള്ളൂ. അത് ഓരോ തലമുറ പോകുന്നതോറും അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സങ്കടം. ഇപ്പം എൻ്റെ വീട്ടിലത്തെ ചരിത്രം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പലതും അറിയില്ല, പല ആൾക്കാരെ പറ്റി തന്നെ എനിക്കറിയില്ല. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊക്കെ നമുക്കത് എടുത്തു വെക്കണം, രേഖപ്പെടുത്തി വെക്കണം. അതിന് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ നാടിൻ്റെ അടുത്തുള്ള, ഞങ്ങളുടെ ഗ്രാമത്തിനടുത്തുള്ള ഒരു പഴയ വീട്ടിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ധാരാളം കഥകളും ഐതിഹ്യങ്ങളും ചരിത്രവും ഉറങ്ങിക്കിടക്കുന്ന ഒരു നായർ തറവാടാണിത്. ഇപ്പോൾ അവിടെ ആരും താമസിക്കുന്നില്ല, അങ്ങനെ തൊട്ടടുത്ത വീടുകളിലായിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിനിടയിൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകളും കാണാം കേട്ടോ. ആ വഴി നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. റോഡ് സൗകര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഇടങ്ങളാണ് ഇത് ഇവിടെ ചുറ്റും കാണാൻ സാധിക്കുക. റോഡാണെങ്കിലും ചുറ്റുവട്ടം നോക്കൂ നിങ്ങൾ, അധികം കടകളോ ഒന്നും കാണില്ല. ഇങ്ങനെ നീണ്ടു പോകുന്ന ഗ്രാമഭംഗി, അതായത് ഇണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോകാം. ഇനി നല്ല പാടശേഖരത്തിലേക്കാണ് നമ്മൾ എത്തുക. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പരന്ന് കിടക്കുന്ന പാടങ്ങൾ, പണ്ട് ഉണ്ടായിരുന്ന പാടങ്ങൾ കുറേയൊക്കെ പോയി, എന്നാലും കുറച്ചൊക്കെ നമുക്ക് കാണാൻ കിട്ടും. അവിടെ ഇപ്പോഴും ധാരാളം ആളുകൾ വീഡിയോ എടുക്കാനും കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വളരെ മനോഹരമാണ് ആ സ്ഥലം, കണ്ടില്ലേ? ഇതിൻ്റെ അറ്റത്തായിട്ടാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, സന്ധ്യയാവാനായിട്ടില്ല, എന്നാലും നല്ല ഭംഗിയില്ല കാണാൻ. പൊയ്കെ പോലെയായിട്ട് പാടം ഇങ്ങനെ കിടക്കുകയാണ്. പൊയ്കയൊന്നല്ല കേട്ടോ, അത് പാടത്തിൻ്റെ അടുത്തുള്ള ഒരു ചോല പോലെയുള്ള ഒരു കായലിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ? അപ്പോൾ ഈ പച്ച പിടിച്ച പാടശേഖരങ്ങൾക്ക് അറ്റത്തായിട്ടാണ് ഞാൻ പറയുന്ന ഈ വീട്. അപ്പോൾ ഇതൊക്കെ അവരുടെ സ്ഥലങ്ങളായിരുന്നു പണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ഈ കാഴ്ചകളൊക്കെ കാണൂ. ഞാൻ ഈ ഭാഗത്തേക്കൂടെ ആദ്യമായിട്ട് പോണതാണ് കേട്ടോ. ഞാൻ ഈ ഗ്രാമവാസിയല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത്തിരി തിരക്കുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി. ശരിക്കും ആ പാടത്ത് കൂടെ തന്നെ അവരുടെ വീട്ടിലേക്ക് വഴിയുണ്ട്, പക്ഷെ അത് വിട്ടിട്ട് ഞങ്ങൾ വേറൊരു വഴിക്ക്, റോഡ് വഴിക്ക് പോവാണ്. അപ്പോൾ ഇടയിൽ നാടൻ പന്ത് കളിക്കുന്ന കുട്ടികൾ, ആൾക്കാരും ഒക്കെ അവരൊക്കെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ്. അവരുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ രാകേഷിന് ഈ വഴിയൊക്കെ നല്ല പരിചയമാണ്. രാകേഷാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ എന്നെ കൊണ്ടുപോകാറ്. അവിടെ എത്തിയിട്ട് ഞങ്ങൾ വെള്ളാങ്കവടം എന്ന് എഴുതി വെച്ച് ഗേറ്റിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ ഉൾക്കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. ചെന്ന് കയറുമ്പോൾ അവിടെ കുറച്ച് അറ്റകുറ്റപ്പണികൾ നടക്കുമായിരുന്നു. എന്തോ തോട്ടം ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പൂന്തോട്ടം ഉണ്ടാക്കാനോ റോഡ് വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിക്കാനോ അങ്ങനെ എന്തോ ഒരു പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു ചെറിയ ക്ഷേത്രം കണ്ടു. അവരുടെ കുടുംബക്ഷേത്രമാണത്. വേട്ടയ്ക്കൊരു മകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. ഇതവരുടെ കുടുംബക്ഷേത്രമാണ്, കുടുംബ പരദേവതയാണ്. ഇപ്പോൾ ഇവിടെ പഴയ രീതിയിൽ തന്നെ പെയിൻ്റ് അടിച്ച് വെക്കുകയാണ്. പെയിൻ്റ് അടി മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് എല്ലാം വരി വലിച്ചിട്ട രീതിയിലാണെന്ന് പറഞ്ഞു. സമയം 5 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ അവർ വളരെ സന്തോഷത്തോടു കൂടി ഹാർദമായി സ്വീകരിച്ചു. അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ആകെ പച്ച പിടിച്ച് നിൽക്കുന്ന ഈ പച്ചപ്പുകൾക്കിടയിലൂടെ അങ്ങോട്ട് കാണുന്നുണ്ട്. അവർ നല്ലപോലെ തോട്ടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പ്രകൃതി സ്നേഹികളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ പച്ചപ്പിനുള്ളിലൂടെ കാണുന്നതാണ് ചരിത്രപ്രസിദ്ധമായ വെള്ളാങ്കമഠം എന്ന നായർ തറവാട്. വളരെയധികം ചരിത്രവും കഥകളും ഒക്കെ അതിനെപ്പറ്റിയുണ്ട്. വഴിയെ നമുക്കറിയാം. കോഴിക്കോട്ട് സാമൂതിരിമാരുടെ തെക്കേ വശത്തുള്ള, മലബാറിൻ്റെ തെക്കേ ഭാഗത്തുള്ള അതിർത്തിയായിരുന്നു മുല്ലശ്ശേരി.
ഇവിടുത്തെ നാടുവാഴി പാരമ്പര്യമുള്ള തറവാടാണത്രേ ഈ വെള്ളാങ്കമഠം. സാമൂതിരി രാജവംശവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നവരായിരുന്നു ഈ തറവാട്ടുകാർ എന്നാണ് പറയപ്പെടുന്നത്. ഇന്നിപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും വെള്ളാങ്കമഠത്തിന് മുല്ലശ്ശേരിയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. സാമൂതിരി രാജവംശക്കാലത്ത് നികുതി പിരിവും ചാവക്കാട് ദേശത്തിൻ്റെ പടനായകത്വവും ഈ തറവാട്ടിലുള്ളവർക്കായിരുന്നു. ഇവർ വാഗയിൽ നായർ, കാരണപ്പാട് കൈമൾ എന്ന സ്ഥാനപ്പേരയിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അതെല്ലാം സാമൂതിരി രാജാവ് കൽപ്പിച്ച് നൽകിയ സ്ഥാനങ്ങളാണ്. പെയിൻ്റടിയും ഇലക്ട്രിക് വർക്കുകളും എല്ലാമായിട്ട് ഇവിടെ എല്ലാം വാരി ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പഴയ കാലത്തെ മേശ, കസേര, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയും. നമുക്ക് കണ്ടു അകത്ത് കടന്ന് ചെല്ലുമ്പോൾ ഒരു വലിയ ഹോളാണ്. അവിടെ എല്ലാ സാധനങ്ങളും അവർ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പെയിൻ്റടി നടക്കുകയാണ്. ഇവിടെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് ഇപ്പോഴും പഴയ പോലെ തന്നെ സംരക്ഷിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വലിയൊരു ഹോളിലേക്ക് കടന്നു ചെന്നു. അവിടെ കുറേ സാധനങ്ങൾ കണ്ടു. അതൊക്കെ വഴിയേ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ കോണി കയറി ഞങ്ങൾ മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ കാണുന്ന മിക്ക സാധനങ്ങൾക്കും 500 വർഷത്തിലൊക്കെ പഴക്കമുള്ളതാണ് മിക്ക സാധനങ്ങളും. പഴയ മരക്കോണിയാണ്. ഗോവണി. അപ്പോൾ ഒരു വീഴ്ച കിട്ടിയ കാരണം എനിക്കിപ്പോൾ എല്ലാത്തിനും പേടിയാണ്. അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ കയറുന്നത്. അങ്ങനെ അത് കയറി മുകളിലെത്തി. അവിടെയും കുറച്ച് ബെഡ്റൂമൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 400 വർഷത്തിലധികം പഴക്കമുള്ള മാനിൻ്റെ തല ആണ് ഈ കാണുന്നത്. ഒരു സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. മാൻകൊമ്പ്. അതുപോലെ പഴയ പല സാധനങ്ങളും കാണുന്നുണ്ട്. പുലിത്തോലും അതെല്ലാം ഉണ്ട്. ഇതൊരു പഴയ കട്ടിലാണ്. സപ്രപഞ്ചക്കട്ടിൽ. ഏകദേശം ഇതിനോട് സാമ്യമുള്ള ഒരു കട്ടിൽ എൻ്റെ വീട്ടിൽ കുട്ടിക്കാലത്ത് കണ്ടതായിട്ടൊരു ഓർമ്മ. പിന്നെ അതെവിടെയോ നഷ്ടപ്പെട്ടു പോയി. ആരെങ്കിലും കൊണ്ടുപോയതാണോ പൊളിച്ച് കളഞ്ഞാണോ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയില്ല. പണ്ട് കാലത്ത് വീട്ടിലൊരെണ്ണം ഇതിൻ്റെ സാമ്യമുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഇതിനൊക്കെ നിറം കൊടുത്തിരിക്കുന്നത്. അത് അതേപടി ഇപ്പോഴും നിലനിർത്തിയേക്കാണ്. കാണാൻ എന്ത് ഭംഗിയാലും എപ്പോഴും. കട്ടിലിൻ്റെ സൈഡിലുള്ള ചിത്രപ്പണികളാണ് കേട്ടോ ഈ കാണുന്നത്. കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പരിപാടികളുണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികളെ കൊച്ചുമക്കൾ നല്ല എഴുതി വെച്ചിരിക്കുന്നു അല്ലേ. ഇപ്പൊ ആരാ കുട്ടി? എനിക്കിപ്പോ ഓർമ്മ ഇത് കളിപ്പിക്കാൻ മാത്രമില്ല, പഠിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടായിരിക്കണം. 1 2 3 4 5 6 7 8 പഠിപ്പിക്കാനും അബാക്കസ് 2 3 4 അബാക്കസിന്റെ പോലെ പഠിപ്പിക്കാനും ഉപയോഗിച്ചിട്ടായിരിക്കണം. ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. അബാക്കസിന്റെ ഒരു മറ്റൊരു ഭാഗം അല്ലേ? പക്ഷെ അത് എടുക്കാൻ പറ്റുമോ? അത് can move that. ആരാ കുട്ടി? അമ്മുക്കുട്ടിയാണോ? പണ്ട് പത്മനാഭപുരം കൊട്ടാരം കാണാൻ പോയപ്പോൾ ഒരു കട്ടിൽ കണ്ടിരുന്നു. ധാരാളം, അതായത് 128 മരുന്നുകളോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞൊരു ഓർമ്മ കേട്ടോ. എനിക്ക് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഔഷധമരങ്ങൾ കൊണ്ടുള്ള ഒരു കട്ടിൽ അവിടെ കണ്ടിരുന്നു. അതിപ്പോൾ ഓർമ്മ വരികയാണ്. മുകളിൽ ഒരു ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത്. മയിലുകൾ, ദൂരെയായിട്ട് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. സർപ്പക്കാവോ എല്ലാം കാണാം. അഞ്ച് മയിലിനെ കണ്ടു. അപ്പോൾ വളരെയധികം മയിലുകളോട് ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞ്. ഇവരായിട്ട് സർപ്പക്കാവ് കണ്ട് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച. സർപ്പക്കാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു കഥ ഓർമ്മ വരുന്നത്. അവർ പറഞ്ഞു തന്നെ, അതായത് 4 തലമുറ മുമ്പ് ഇവിടെ ചാത്തൻ നായർ എന്ന ഒരു പ്രഗത്ഭനായ വിഷവൈദ്യം ഉണ്ടായിരുന്നു. കടിച്ച പാമ്പിനെ വരുത്തിച്ച് വിഷമുറക്കുന്നതടക്കം കഠിന ചികിത്സകൾ പോലും ഇവിടെ ചെയ്തിരുന്നു അത്രേ. അങ്ങനെ കഠിനക്രിയകൾ ചെയ്യുന്നിടത്ത് സമ്പത്തും സന്താനവും ഒരുമിച്ച് നിലനിൽക്കുകയില്ല എന്നാണ് വിശ്വാസം.
സമ്പത്തിന് കുറവ് വന്നില്ലെങ്കിലും മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന ഈ തറവാട്ടിൽ കാലക്രമേണ പെൺമക്കൾ ഇല്ലാതാവുകയും മാളു എന്ന കുഞ്ഞു നെച്ചിയാരുടെ മകനായ കൃഷ്ണനുണ്ണി നായരോടുകൂടി ഈ ശാഖ അവസാനിക്കുകയും ചെയ്തു അത്രേ. കൃഷ്ണനുണ്ണി നായരുടെ മക്കളുടെ പിന്തലമുറക്കാരാണ് ഇന്ന് തറവാട്ട് കാര്യങ്ങളും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഡിസ്ട്രിക്ട് ഹെൽത്ത് സൂപ്പർവൈസിംഗ് ഓഫീസറായി റിട്ടയർ ചെയ്ത കൃഷ്ണനുണ്ണി നായർ ആയിരുന്നു അവസാനത്തെ വാകേൽ നായർ. സാത്വികനായ അദ്ദേഹം നല്ലൊരു ചിത്രകാരനുമായിരുന്നു. അദ്ദേഹം വരച്ച ചില ചിത്രങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ ഈ തറവാട് സംരക്ഷിച്ചു പോരുന്നത്. പഴയ കാലത്തെ അമ്മി, ആട്ടുകല്ല്, ഒരല്, ഇതൊക്കെ കാണാട്ടോ. കല്ലുരല്, ഇതൊക്കെ ഇവിടെ കാണാട്ടോ. ഇതൊക്കെ ഇപ്പോൾ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. 4 ചുറ്റും നീണ്ട വരാന്ത കണ്ടോ. 8 കെട്ടായിരുന്നു പണ്ട് ഇവിടം. ഇപ്പോൾ അത് 4 കെട്ടായി മാറി. ഒരു കെട്ട് പൊളിച്ച് കളഞ്ഞു. ഒരു അടുക്കളയും അതെല്ലാം ഉണ്ടായിരുന്ന ഒരു വലിയ 4 കെട്ട് പൊളിച്ച് കളഞ്ഞു. ആ സ്ഥലമാണ് ഈ കാണുന്നത്. മയിലുകളുടെ ഭംഗിയുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇതിലും കൂടുതൽ മയിലുകളുണ്ടായിരുന്നു തോന്നി. അത് അമ്മയും മക്കളുമാണെന്ന് തോന്നുന്നു, അച്ഛനും മക്കളും. രാത്രികാലങ്ങളിൽ ഇതാണ് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവും ഒരു ഓവറ. രാത്രികാലങ്ങളിൽ മൂത്രമൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ച് മാറ്റിയപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുക. നാട്ടിൽ ഇപ്പോഴും ഇല്ലേ ഈ മോഡലില്ലേ അല്ലേ? പുതുക്കിയില്ലേ? നടക്കില്ലേ? എല്ലാം മോഡലാക്കി. ഇത് പുറമേന്ന് ഈ വഴിക്കും കയറി വരായിരുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോൾ ലോക്ക് ചെയ്തിട്ടേക്കണവർ. ഇത് നടുമിറ്റപ്പം എങ്ങനെയാക്കിയില്ലേ? ശരി. ഇത് പഴയ കാലത്തെ നടുമിറ്റത്തിന് വേറെ ഒരു സിമെന്റ് ഇട്ടു, വെളിയിൽ നെറ്റ് ഇട്ടു. പണ്ട് കാലങ്ങളിൽ തുണി മടക്കി വെച്ചിരുന്ന പെട്ടിയാണിത്, തുണിപ്പെട്ടി. ഇതിൽ കൈതപ്പൂവൊക്കെ ഇട്ട് വെക്കും. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ പെട്ടി. എൻ്റെ മുകളിൽ ആ ചെറിയൊരു എഴുത്തുപെട്ടി ഉണ്ട്. അതിന് എഴുത്തുപെട്ടി എന്നാണ് പറയുക, ചെറുത്. 2 വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര നല്ല കണ്ടീഷനിലൊന്നല്ല തോന്നുന്നു. അറയിലവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അത് ഇതാണ് എഴുത്തുപെട്ടി എന്ന് പറയും. ഇതാണ് പണ്ട് പറയില്ലേ വീരാളിപ്പട്ട്, ഇതാണ് ശരിക്ക് വീരാളിപ്പട്ട്. അതിന്റെ ചുരികയൊക്കെ താഴത്തേക്ക് വെച്ചു ഞാൻ ഇന്നലെ. അതൊന്ന് കാണാൻ പറ്റുമോ? താഴത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. കഥയാണ് എനിക്ക് പറഞ്ഞുതരാണ്. ഇപ്പൊ വീരാളിപ്പട്ടിൽ പൊതിഞ്ഞു വെച്ച ചുരിക ഉണ്ടായിരുന്നു. ചുരിക താഴത്തെ പോയി കാണാൻ നമുക്ക് കാണാം. ഇത് പണ്ടത്തെ വീരാളിപ്പട്ടിന്റെ അച്ഛനാണ്. അത് അച്ഛൻ്റെ എന്താണ്. എല്ലാം അവരെപ്പോഴും പഴയതുപോലെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനവരെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല അല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇതൊക്കെ എടുത്ത് പുറത്തിട്ട് കളയണമെന്നല്ല ചെയ്യുന്നത്. ഇതാ പഴയ കാലത്തെ കാരണവന്മാരുടെ ഫോട്ടോ. ഇപ്പം അങ്ങനത്തെ ഫോട്ടോസൊന്നും എവിടെയും കാണില്ല അല്ലേ. അവരുടെ ഫോട്ടോസാണത്. പലരും അപ്പോൾ പഴയ കാലത്ത് തന്നെ UK-ലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നവരായിരുന്നു പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ വേറൊരു ബെഡ്റൂമിലേക്ക് കടന്നു. ഇവിടെ ഒരു ഓവറുണ്ട്. പണ്ട് ഇങ്ങനെയാണ് എല്ലാ വീടുകളിലും എല്ലാ മുറികളിലും ഒരേ ഓവറുണ്ടാവും. നേരത്തെ അടച്ചിട്ടിരുന്ന ഒരു വാതിൽ കണ്ടില്ലേ? ആ വാതിൽ തുറന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇത് കൂടെ നോക്കിയാലേ വടക്കേ ഇതാണ് വ്യൂ ആണിത്. പക്ഷെ ഇപ്പൊ കുളിച്ചു മാത്രം. പണ്ട് ഇതേക്കൂടെ വടക്കേക്കെട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ ഇതേക്കൂടെ നോക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. വടക്കേക്കെട്ടിലത്തെ വരാന്തയിലത്തെ സദ്യ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നോക്കിയിരുന്നത്. പിന്നെ ബന്ധുക്കളൊക്കെ വന്ന് താമസിക്കാറുണ്ട് ഇവിടെ. അല്ല പിള്ളേരൊക്കെ വരുമ്പോ പിള്ളേർക്ക് ഇഷ്ടമല്ലേ? അതായത് കയറിയ വഴിയിലൂടെ അല്ല ഇറങ്ങുന്നത് എന്നർത്ഥം.
അടച്ചിട്ട മുറി അതിഥികൾക്കുള്ള മുറിയായിരുന്നു. അവർക്ക് പുറമേ നിന്നായിരുന്നു പ്രവേശനം. അകത്ത് കൂടെ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിഥികളായി നമുക്കറിയാത്ത പലരും എത്തുമായിരുന്നു അവിടെ. അതുകൊണ്ട് അതായത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും പലരും പല കാര്യങ്ങൾക്ക് എത്തുമായിരുന്നു. അപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്ന മുറിയായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അത് എത്തിച്ചേരുന്നത് പൂമുഖത്തേക്കാണ്. പൂമുഖത്ത് നിന്നായിരുന്നു അവർ അകത്തേക്ക് പോയിരുന്നതെന്നർത്ഥം. കാല് കഴുകാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കല്യാണത്. പഴയ കാലത്ത് ഒരു ചിട്ടയായിരുന്നു വീടിനകത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് കാല് ഉരച്ച് കഴുകണം എന്നുള്ളത്. പുറത്തൊരു കിണ്ടിയിലോ വേറെ പാത്രത്തിലോട്ടെ വെള്ളം വയ്ക്കും. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും അകത്തെത്തിയിട്ടോ. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ കാണാം. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഭസ്മത്തട്ട്. നല്ല ആയിരം ഷേപ്പിലുള്ള ഭസ്മണ്ടാണ്. അലങ്കാരം മാത്രം ഇരിക്കുകയാണ് പണ്ട് ഭസ്മം. ഇപ്പം അതെന്താ ചിലപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നല്ല കുത്തുപണികളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും ഉണ്ട്. നല്ലൊരു ഷേപ്പല്ലേ കണ്ടോ? പഴയ കാലത്തെ ഭസ്മത്തട്ടാണ്. അതും കൂടി ഇത്ര ഭംഗിയിലാണ് നമ്മുടെ കാർന്നുമാരുണ്ടാക്കി വെച്ചിരുന്നത്. എന്നുള്ളവർക്കൊക്കെ അതൊരു പഴങ്കഥ മാത്രം. മരത്തിൻ്റെ ചങ്ങലയാണ്. ഈ ചങ്ങല പോലും മരത്തോണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ? മരം കൊണ്ടുണ്ടാക്കിയ ചങ്ങല. ഇത് നമ്മുടെ ഒരു അമ്പലത്തിൽ പോയപ്പോൾ കണ്ടുല്ലോ. വരദരാജ ടെമ്പിളിലാണ് അത് കണ്ടത്. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ഈ കാണുന്നത് 500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഈസി ചെയറാണ്. മരം കൊണ്ടുണ്ടാക്കിയ ഈസി ചെയർ. നല്ല സുഖമുണ്ട് കേട്ടോ അതിലിരിക്കാൻ. ഈ കൈപ്പിടിയിൽ എഴുത്തുപലക വെച്ചാണ് പണ്ടുകാർ എഴുതിയിരുന്നത്. കുറേ കാഴ്ചകൾ കാണാൻ കേട്ടോ. ഒറിജിനൽ പൊലിത്തോല് ദ്രവിച്ചു തുടങ്ങി, അല്ലാതെ തുണിയല്ല കേട്ടോ. അമ്മോ വലിയ പുലിയായിരുന്നു കണ്ടോ. ഇവിടെ ആരെങ്കിലും കിടപ്പുണ്ടോ? വിരിച്ചിട്ടുണ്ട്. ദ്രവിച്ചു തുടങ്ങി. പഴയൊരു മേശയാണ് ഇതൂടാ കണ്ടോ. ഒരു മിനിറ്റ്. ഒരു മേശയുടെ മേലെയായിരുന്നു ഈ പുലിത്തോല് ഇട്ടുവച്ചിരുന്നത്. ആ മേശയിലായിരുന്നു ഈ വാൾ സൂക്ഷിച്ച് വെച്ചിരുന്നവർ. 2 ദിവസം മുമ്പ് എടുത്ത് താഴ്ത്തിക്ക് വെച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെടുത്ത് ഞാനൊന്ന് പോസ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ. ഒരു മിനിറ്റ്. ആരെങ്കിലുമൊക്കെ തല കെട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വെട്ടിയിരുന്ന വാളാണെന്ന് അറിയില്ല. ബ്രിട്ടീഷുകാര് ഉപയോഗിച്ചിരുന്ന വാളാണെന്ന് പറയുന്നു. ഇവിടെ കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ വാളിന്റെ. കണ്ടില്ലേ? അങ്ങനെ അപ്പം എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പേരുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ജാൻസി റാണി. അപ്പോൾ ഞാൻ ജീവിച്ചു പോകട്ടെ. രാത്രി എന്നെ കഴുത്ത് പിടിച്ചേക്കല്ലോ. എനിക്ക് കോളേജിലുള്ള ഇതാണ്. ഇത് മോഹൻലാൽ പറഞ്ഞ പോലെ ഇപ്പൊ ഊരിനില്ല. ഊരി കഴിഞ്ഞാൽ ഇത് 500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു തൊട്ടിലാണ്. അനേകം തലമുറകൾ കൈകാലിട്ടടിച്ച് വളർന്ന തൊട്ടിൽ. പെരുവല്ലൂർ വേട്ടേക്കൻ കോട്ടയിലെ തിരുവാഭരണം അങ്ങനെ പറഞ്ഞാൽ പെരുവല്ലൂർ വേട്ടേക്കരൻ കോട്ടയിലെ തിരുവാഭരണമാണിത്. പാട്ട് നടക്കുമ്പോൾ ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. അവിടെ പാട്ട് നടക്കുമ്പോൾ ഇവിടുന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും, എതിരേറ്റ് കൊണ്ടുപോകും. ഇത് വെള്ളിയിൽ തീർത്തതാണോ? വെള്ളിയിൽ തീർത്തതാണ്.
ഇതാണ് വേട്ടേക്കറിൻ്റെ തിരുവാഭരണം, അല്ല തിരുവായുധം, ആയുധം, ചുരിക. പള്ളിച്ചുരിക. അതാണ്. ഇതെന്താണ് ചേച്ചി, ഇതെന്താ? അതെ അല്ലേ. ഇതാണ് വേട്ടയ്ക്കൊരു മകൻ. വെട്ടിക്കൊരു മകൻ്റെ ആൽബം ചുരുകിയാണ്. പിന്നെ പഴയ കാലത്തെ വിളക്കുകൾ, നിലവിളക്ക്, ഇതൊക്കെ. ചങ്ങലോട്ടൊക്കെ എനിക്കറിയാം. പറ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വളരെയധികം പഴക്കമുള്ളതാണ്. ഇന്ന് പല വീടുകളിലും ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവരതൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അതാണ്. ഇത് പെരുവല്ലൂർ നരസിംഹമൂർത്തി അമ്പലത്തിലെ തിരുവാഭരണമാണ്. ഇതൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. ഊരാളന്മാർ ഈ തറവാട്ടുകാരാണ്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നത്. അവിടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. ഇതെല്ലാം പഴയ കാലത്തെ പലതരം പെട്ടികൾ, ആമാടപ്പെട്ടി എന്ന് പറയാം. ഇത് മച്ചാണ്. അത് വിളക്കെത്തിക്കുന്ന സമയത്തെ തുറന്ന് കാണിക്കൂ. അപ്പോൾ വിളക്കെത്തിക്കാൻ കുറച്ചും കൂടി കഴിഞ്ഞാലേ വിളക്കെത്തിക്കുള്ളൂ. അതുകൊണ്ട് വിളക്ക് ഞാൻ കാണില്ല കേട്ടോ, എനിക്കറിയില്ലേ. കോളാമ്പി ഉണ്ട്, മണ്ണിൻ്റെ മാടമ്പി വിളക്ക് ഉണ്ടാവും. ഇതന്നെ, ഇത് മറ്റേ ഇതിൻ്റെ തൂക്കുവിളക്ക്. മാടമ്പി വിളക്ക് എവിടെ കാണുമായിരിക്കും. അവിടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് തോന്നി. പക്ഷെ എനിക്ക് ഇതല്ലല്ലോ വലിയ വിളക്കാണ്. ഇതായിരിക്കണം. അല്ല, ചെറുതാണ്. ചെറുതാണ്. ആ, ചിലപ്പോൾ മാടമ്പി കൊണ്ടുപോയിട്ടോ. പണ്ടത്തെ അരുവിനൊക്കെ പ്രത്യേകട്ടോ, പണ്ടത്തെ സംഭവങ്ങൾ. ഇതെന്താ? പണ്ടത്തെ ഉരുളി തന്നെ, ചരക്ക്. ചെറിയ ചരക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, നന്ദനം എന്നുമായിട്ട് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന സീരിയല്. അതിൽ ബലരാമൻ്റെ അമ്പലമാക്കി എടുത്ത റൂം ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബലരാമൻ്റെ എഴുത്തുപെട്ടി, ആമാടപ്പെട്ടി ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ കണ്ണാടി, പിന്നെ സാധാരണ ഇത്. അച്ഛൻ വരച്ചതാണ്. അപ്പം എത്ര കൊല്ലം പഴക്കമുണ്ടാവും ചേച്ചി? 80 കൊല്ലത്തോളം വർഷം പഴക്കമുള്ള ചിത്രമാണിത്. മാടമ്പി വിളക്ക് ഒക്കെ പണ്ടത്തെ ലൈറ്റ് പോയിന്നേ. ഇപ്പൊ അവന് ഹോൾഡറിന്ന് വീണു. രാകേഷ് ലൈറ്റ് ഇട്ടെടുത്തു. ഇതാണ് കലവറ. തൂക്കുവിളക്ക്, കുത്തുവിളക്ക്. ഇവിടെ ലൈറ്റ് പോയിരിക്കുകയാണ്. എങ്കിലും നമുക്ക് പറ്റുന്ന വിധത്തിൽ കാണിച്ചു തരാം. ധാരാളം ഭരണികൾ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തുനിന്നും. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര നോസ്റ്റാൾജിയാണ്. ഇവിടെ പലതരം വിളക്കുകളുണ്ട്. മാടമ്പി വിളക്ക്. ഏതാണ് മാടമ്പി വിളക്ക്? താഴെയാണ് ഇങ്ങനെ കിടക്കുന്നത്. കാണാനില്ല കേട്ടോ മാടമ്പി വിളക്ക്. അതിലിപ്പോൾ നമുക്ക് ആവശ്യമില്ല സാധനങ്ങളൊക്കെ അടച്ചു പൂട്ടിയ സാധനങ്ങളുണ്ടായതുകൊണ്ട് നമുക്ക് കാണിക്കുന്നില്ല. ഇത് പിന്നെ പുതുമയുള്ള സ്ഥലം കേട്ടോ.
ഇത്തിരി പുതുമയുള്ള സ്ഥലം. പക്ഷെ ഈ വാതിൽ പഴയ വാതിലാണ്. ഇവിടെ പണ്ട് വേറെ അടുക്കള ഇവിടെയായിരുന്നു. ഇവിടെ വേറൊരു നടുമിറ്റം ഉണ്ടായിരുന്നു. ആകെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മാവ്, നല്ല പുളിമാവാണെന്ന് പറഞ്ഞു. എന്ത് ഭംഗി അത് പൂത്തുക്കണാണ്. ആഹാ, ഇവിടുത്തെ പ്രതിഷ്ഠ എന്താ അവിടെ പുറത്തുള്ള ഭുവനേശ്വരി മറ്റൊരു ഭുവനേശ്വരി ഇല്ലേ? വളരെയധികം പഴക്കമുള്ളതാണ്. ഇതാണ് പത്തായപ്പുര. പത്തായം പണ്ട് കാലത്ത് ഇതിൽ നെല്ലിട്ട് വെച്ചിരുന്നു. ഞങ്ങളെ പൊളിച്ച് കളിച്ചായിരുന്നു. ഓർമ്മയുണ്ട് എനിക്ക്. എൻ്റെ വീട്ടിൽ 2 പത്തായം ഉണ്ടായിരുന്നു. പത്താളുടെ ആളുള്ള അതുകൊണ്ടായിരിക്കും പത്തായം. പത്താളം എന്ന് പറഞ്ഞിട്ട് പിന്നെ പത്തായം ഇതാവും. ഇത് പറയുമ്പോൾ തോല മഹാകവിയുടെ ചക്കി പത്തായത്തിൽ കയറി എന്നുള്ളതിന് പനസി ദശായാം പാശി എന്ന കവിതയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നത്. സംസ്കൃതത്തിലെ ബ്രഹ്മചാരികളായ കുട്ടികൾ സംസ്കൃതത്തിലെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പനസം ചക്ക, അപ്പോൾ പനസി ചക്കി, ദശായാം പത്തായം, പാശി പാശം കയറി, പാശി കയറി, അങ്ങനെയൊന്നല്ല ഇത്. പക്ഷേ ആ കുട്ടി അങ്ങനെ പറഞ്ഞു എന്നാണ് കഥ. ഇവിടെയും ഒരു ചെറിയ പത്തായം ഉണ്ട്. ഒക്കെ ഇനി വരുംകാലത്തെ കുട്ടികൾക്കൊക്കെ ഇത് ഓർമ്മയായിരിക്കും. ഇത് ആട്ടുകെട്ടിലിൻ്റെ വടിയാവാനാണ് സാധ്യത. എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്. കാണിക്കുന്നില്ല. ഇത് പിന്നെ പുതുമയുള്ള സ്ഥലം കേട്ടോ. ഇത്തിരി പുതുമയുള്ള സ്ഥലം. പക്ഷെ ഈ വാതിൽ പഴയ വാതിലാണ്. ഇവിടെ പണ്ട് വേറെ അടുക്കള ഇവിടെയായിരുന്നു. ഇവിടെ വേറൊരു നടുമിറ്റം ഉണ്ടായിരുന്നു. നക്ഷത്ര ടേബിൾ വളരെയധികം പഴക്കമുള്ളതാണ്. ഇതാണ് പത്തായപ്പുര. പത്തായം പണ്ട് കാലത്ത് ഇതിൽ നെല്ലിട്ട് വെച്ചിരുന്നു. ഞങ്ങളെ പൊളിച്ച് കളിച്ചായിരുന്നു. ഓർമ്മയുണ്ട് എനിക്ക്. എൻ്റെ വീട്ടിൽ 2 പത്തായം ഉണ്ടായിരുന്നു. പത്താളുടെ ആളുള്ള അതുകൊണ്ടായിരിക്കും പത്തായം. പത്താളം എന്ന് പറഞ്ഞിട്ട് പിന്നെ പത്തായം ഇതാവും. ഇത് പറയുമ്പോൾ തോല മഹാകവിയുടെ ചക്കി പത്തായത്തിൽ കയറി എന്നുള്ളതിന് പനസി ദശായാം പാശി എന്ന കവിതയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നത്. സംസ്കൃതത്തിലെ ബ്രഹ്മചാരികളായ കുട്ടികൾ സംസ്കൃതത്തിലെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പനസം ചക്ക, അപ്പോൾ പനസി ചക്കി, ദശായാം പത്തായം, പാശി പാശം കയറി, പാശി കയറി, അങ്ങനെയൊന്നല്ല ഇത്. പക്ഷേ ആ കുട്ടി അങ്ങനെ പറഞ്ഞു എന്നാണ് കഥ. ഇവിടെയും ഒരു ചെറിയ പത്തായം ഉണ്ട്. ഒക്കെ ഇനി വരുംകാലത്തെ കുട്ടികൾക്കൊക്കെ ഇത് ഓർമ്മയായിരിക്കും. ഇത് ആട്ടുകെട്ടിലിൻ്റെ വടിയാവാനാണ് സാധ്യത. എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്. ആകെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മാവ്, നല്ല പുളിമാവാണെന്ന് പറഞ്ഞു. എന്ത് ഭംഗി അത് പൂത്തുക്കണാണ്. ആഹാ,
നേരം സന്ധ്യയായി തുടങ്ങി. അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ പുറത്തെ കുറച്ച് കാര്യങ്ങൾ നല്ല വലിയൊരു പ്ലാവ് നിൽക്കുന്നുണ്ട്. ആകെ 2 ചക്കയുള്ളൂ തോന്നുന്നത്. പിന്നെ ഒരു മാവ് ആകെ പൂത്തുലഞ്ഞിട്ടുണ്ട്. പിന്നെ കുളം കെട്ടിച്ചിട്ടുണ്ട്. കുളത്തിൻ്റെ അക്കത്ത് എൻ്റെ വീട്ടിലുണ്ട് ഇതേപോലെ ഒരു മാവുണ്ടായിരുന്നു. ആ മാവിൽ നിന്ന് ഊഞ്ഞാല കെട്ടിയിട്ട് ഞങ്ങൾ കുളത്തിലേക്ക് ചാടിയെന്നൊക്കെ ഓർമ്മ പറഞ്ഞു. അങ്ങനെ തൽക്കാലം ഞങ്ങൾ ഈ വീടിനോട് ഇന്ന് വിട പറയാമെന്ന് വിചാരിച്ചു. പിന്നെ അവർ തൊട്ടടുത്ത അവരുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോൾ ആ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന വേറെ ചില ഓർമ്മകൾ. പല നാട്ടിലും പല പേരാണ് അതിന്. ഇവിടെ വന്നപ്പോൾ കണ്ടു കുട്ടിക്കാലത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഞാനത് പൊട്ടിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ നിറച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 2 എണ്ണം. ഈ കൊമ്പ് ഒറ്റ കൊമ്പിൽ ഇത് അപ്പുറത്ത് ഈ ആന്നിരണ കൊമ്പിൽ തൻ്റെ അടുത്ത് തന്നെ അത് തന്നെ അതിൻ്റെ മുകളിൽ പഴുത്തുണ്ട്. ആ പഴുത്ത് പൊട്ടിക്ക്. മതി മതി. ഇതാണ് ആ സാധനം. ജ്യൂസ് കുടിക്കാനാണ് നല്ലത്. ഷുഗറുകാർക്ക് ബെസ്റ്റ് അത്രേ. അതാ ഞാൻ പറഞ്ഞ ചള്ള് പൊട്ടിക്കല്ലേ എന്ന്. കൊഴിഞ്ഞു വീഴ കഴിക്കൽ കണക്ക് തന്നെ. നല്ല രസമല്ലേ എങ്ങനെ എടുക്കാൻ. മതി കേട്ടോ. എനിക്ക് പറഞ്ഞാൽ നല്ല കിട്ടി. അതാ കറിയായിരിക്കും. ഇരുമൂളി കഴിക്കുന്ന പോലെ തന്നെയാ. മതി 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 മതി. ഇല്ല എന്നാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് 2 3 എണ്ണം. ഒരു കവറിലിട്ട് പിടിക്കാം. എന്ത് കിട്ടിയാലും അടിച്ചോളൂ. ഇതവിടെ നല്ല പറങ്കിമാവ് ഒക്കെ ഉണ്ട് കേട്ടോ. കഴിക്കേ. അതിലുണ്ട് സാധനം. ഞാൻ അവിടെ ഉണ്ട് ഇപ്പോൾ അടുത്തത്. ഇപ്പോൾ ഈ തറവാട് സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ 2 സഹോദരിമാരാണ് ലളിത ചേച്ചിയും ഹേമ ചേച്ചിയും. വരും തലമുറകൾ ഇതേപോലെ സംരക്ഷിക്കുമോ എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ഞാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര പറയുകയാണ്. ഇതുപോലെ വിവിധ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും എല്ലാവരും സുഖമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു.